അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ലിസൺ. ഇതാണ് മക്കളെ ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആണ് ചെയ്യേണ്ടത്. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലുറപ്പിക്കുക. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ ഏതാ എടുക്കേണ്ടത് അറിയോ? എക്സും x+4 ആണ് എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എക്സ് ഇൻറ്റു x+4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 672 ആണ്. ക്ലിയർ ആണോ? ദെൻ ഇതിനെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് പോലെ ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് എന്ന് മൾട്ടിപ്ലൈ ചെയ്യണം, എക്സ് ഇൻറ്റു 4 എന്നും മൾട്ടിപ്ലൈ ചെയ്യണം. നേരെ നോക്കിയിരുന്നോ? എക്സ് ഇൻറ്റു എക്സ് എന്താ? എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു 4 എന്താ? 4x ഈസ് ഈക്വൽ ടു 672. ഇവിടെ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് എന്ത്? എന്താ മെത്തേഡിന്റെ പേര്? സ്ക്വയർ കംപ്ലീഷൻ. എന്താണ് മെത്തേഡിന്റെ പേര്? സ്ക്വയർ കംപ്ലീഷൻ എന്നാണ് മെത്തേഡിന്റെ പേര്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് മക്കളെ എന്ത്? എന്താണ് മെത്തേഡിന്റെ പേര്? സ്ക്വയർ കംപ്ലീഷൻ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ് എന്ന് പറയുന്നത്, ഇവിടെ 4 ഉണ്ട് അല്ലെ? ഈ 4ന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് 4. ആ 4ന്റെ ഹാഫ് എത്രയും നോക്കുക. എത്ര 4ന്റെ ഹാഫ്? 2. അതിന്റെ സ്ക്വയർ ആണ് രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ 2 സ്ക്വയർ ആണ്, അപ്പുറത്ത് എന്താ ചെയ്യുക? 4. സോ ആൻസർ ഇങ്ങനെ വരും. x+2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 676. എത്രയാണ് 676ന്റെ റൂട്ട് എത്രയാണ്? x+2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 676 എന്ന് വരും അല്ലെ? ഇവിടെ സ്ക്വയർ പോകുമ്പോ ഇവിടെ റൂട്ട് വരും. സോ x+2 ഈസ് ഈക്വൽ ടു 26 വരും. ഇത് നെക്സ്റ്റ് എങ്ങനെ കിട്ടുക? 26 മൈനസ് 2 ഈസ് x 24 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഒരു നമ്പർ 24 ആണെങ്കിൽ അടുത്തത് ഏതായിരിക്കും? ഒന്ന് 24 ആണെങ്കിൽ അടുത്തത് ഏതായിരിക്കും? അതെങ്ങനെ 28 കിട്ടിയത്? അവിടെ മൾട്ടിപ്പിൾ ഓഫ് 4 പറഞ്ഞാൽ 24 ആണെങ്കിൽ പിന്നെ അടുത്ത നമ്പർ കിട്ടാൻ അതിന്റെ കൂടെ 4 ആഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ?